ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ പേജ് നമ്പർ 10 നമ്മൾ മനസ്സിലാക്കാൻ പോണത്. അതിനു മുമ്പ് കഴിഞ്ഞ പേജിൽ ഞാൻ ഓതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 61 ആയത്ത് ഓതിയപ്പോൾ അതസ്തബ്ദിലൂന ഖാല അതസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്ന ആ ഒരു ഭാഗം ഓതിയപ്പോൾ താ പറയാൻ വിട്ടുപോയി. അസ്തബ്ദിലൂന എന്നാണ് ഞാൻ ഓതിയത്. അപ്പം അതെല്ലാവരും തിരുത്തി ഒന്ന് മനസ്സിലാക്കണം. അതസ്തബ്ദിലൂന. പിന്നെ അതുപോലെ ഖുർആന്റെ അവതരണ പശ്ചാത്തലം പറഞ്ഞ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സ്ത്രീകളെ നമ്മൾ പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു അവസരത്തിൽ തിരുത്താമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയും സൊഫിയ റളിയല്ലാഹു അൻഹയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെയും തെറ്റിച്ചു. അൻഹു എന്ന് തന്നെയാണ് പറഞ്ഞത്. അറിയണതാണെങ്കിലും അങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഇൻഷാ അല്ലാഹ് അപ്പം അത് രണ്ടും തിരുത്തി മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 10 നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസ്വാറാ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ من آمن بالله واليوم الآخر وأعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. 62 ആയത്താണ്. 62 തുടങ്ങി 69 വരെയാണ് ഈ പേജിലുള്ളത്. അപ്പോൾ ഇതിൽ പറയണത് അള്ളാഹു ഇന്നല്ലദീന ആമനു നിശ്ചയമായും യാതൊരു കൂട്ടർ വിശ്വസിച്ചു, വല്ലദീന ഹാദു അതായത് വിശ്വസിച്ച ആളുകളും, ഹാദു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഹൂദികളായിട്ടുള്ളവരും, വന്നസ്വാറ നസ്വാറ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളും, വസ്വാബിഈൻ സ്വാബികളും, മൻ ആമന ബില്ലാഹി ആർ അള്ളാഹുവിൽ വിശ്വസിച്ചോ, വൽയൗമിൽ ആഖിർ പരലോകത്തും, വ അമില സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു, ഫലഹും എന്നാൽ അവർക്കുണ്ട്, അജ്റുഹും അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവർ ഒരിക്കലും ഭയപ്പെടുകയും വേണ്ട വ്യസനിക്കുകയും വേണ്ട. അങ്ങനെയാണ് ആയത്ത്. അപ്പം അതിൽ പറയണത് നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയോ ഒരു യഹൂദിയോ അല്ലെങ്കിൽ സ്വാബിയോ അല്ലെങ്കിൽ വിശ്വസിച്ച ഒരാളോ ആരാണെങ്കിലും കുഴപ്പമില്ല, അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം റബ്ബിൻ്റെ അടുക്കലുണ്ട്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, ദുഃഖിക്കുകയും വേണ്ട എന്നാണ് ഈ ആയത്ത് പറയണത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സർവമത സത്യവാദമല്ല ഇത്. എല്ലാ മതങ്ങളും സത്യമാണ് എന്നുള്ളൊരു അഭിപ്രായമല്ല ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കണത്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായിക്കോട്ടെ, ഇപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ആളായാലും ശരി, ഇനിയല്ല യഹൂദി ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും, ക്രിസ്ത്യാനികളെയാണ് നസ്രാണികൾ എന്ന് പറയുന്നത്. അതായത് മറിയം അലൈഹിസ്സലാം ജീവിച്ചിരുന്ന നാടാണ് നസ്രയത്ത്. അപ്പൊ നസ്രയത്തിലെ ആളുകളെ നസ്രാണി എന്ന് പറയും. നമ്മൾ അറബി മലയാളി എന്നൊക്കെ പറയണ പോലെ തന്നെ അവരെ പറയണതാണ് നസ്രാണി. അങ്ങനെയാണ് ഇവർ ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ പറയണത്. അപ്പോൾ ഈ നസ്രാണികളായിക്കോട്ടെ അല്ലെങ്കിൽ സ്വാബികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നത്തെ കാലത്തില്ല, അവര് ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ആരാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഒരിക്കലും ജന്മം കൊണ്ട് ആരും മതം ആവണില്ല അല്ലെ. ജനിക്കണത് എപ്പോഴും ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ഓരോ കുഞ്ഞും ഇവിടെ ജനിച്ചു വീഴണ ഭൂമിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ അവരുടെ മാതാപിതാക്കൾ ഏത് മതത്തിലാണോ ആ മതത്തിലാണ് നമ്മൾ ആവണത്. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ഉണ്ടായിരിക്കും. ഇപ്പൊ വിശ്വസിച്ചിരിക്കണ ഒരാള് ഒരിക്കൽ വിശ്വസിച്ചു, പ്രവാചകനിലും അള്ളാഹുവിലൊക്കെ വിശ്വസിച്ചു, പിന്നീട് ആ വിശ്വാസം മാറിപ്പോയാൽ ആൾക്കും കാര്യമില്ല.
അല്ലാണ്ട് ഇപ്പൊ പേര് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റിലൊരു മുസ്ലിം എന്നൊരു കാറ്റഗറിയിൽ നിന്ന് വന്നാലും കാര്യമില്ല. നിങ്ങൾ എന്താണ് അവിടെ അടിസ്ഥാനം? മതമല്ല അടിസ്ഥാനം, നിങ്ങളുടെ വിശ്വാസവും പ്രവർത്തനങ്ങളുമാണ്. ഇപ്പൊ ഒരാള് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ചെന്നാൽ പ്രതിഫലമില്ല. കാരണം എല്ലാ മതസ്ഥരും അവരവരുടെ മതത്തില് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹു പറഞ്ഞ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ജീവിക്കുകയും അന്ത്യനാളിലും പരലോകത്തിലും അള്ളാഹുവിലൊക്കെ വിശ്വസിക്കുകയും ചെയ്യണവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലമുള്ളൂ. അതാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വാബികൾ കൊണ്ട് ഉദ്ദേശം യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും, അത് ആ മതങ്ങൾ ഉപേക്ഷിച്ച് നക്ഷത്രങ്ങളെയോ മലക്കുകളെയോ, അതായത് ദേവീ ദേവന്മാരെയൊക്കെ ആരാധിച്ചു വരുന്നവരാണ് ഈ സ്വാബികൾ എന്നറിയപ്പെടുന്നത്. ഈ വേർഡിന്റെ അർത്ഥം മതം മാറിയവർ എന്നാണ്. ഇന്ന് ഇപ്പോൾ ഈ ഒരു വിഭാഗം ആളുകൾ ഇല്ല. അത്രയാണ് നമ്മൾ ഈ ഒരു ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൂ. അടുത്ത ആയത്ത് وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. അപ്പോൾ പിന്നെയും ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു പറയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങിയ സന്ദർഭം നിങ്ങൾ ഓർക്കാൻ. എന്നിട്ട് നിങ്ങളുടെ മേലെ വറഫഅന ഫൗഖകും തൂർ, തൂർ എന്ന് വെച്ചാൽ പർവ്വതം എന്നാണ് അർത്ഥം. നിങ്ങളുടെ മീതെ നാം പർവ്വതത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഖുദൂ, നിങ്ങൾ പിടിക്കുവിൻ, മാ ആതൈനാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ പിടിക്കുവിൻ, ബിഖുവ്വത്തിൻ, ശക്തിയോടുകൂടി, വദ്കുറു, നിങ്ങൾ ഓർക്കുകയും ചെയ്യുക, മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അതിലുള്ളതിനെ ഓർക്കുക, എന്നാൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്നാണ് പറയണത്. ഈ ഒരു സംഭവം സൂറത്ത് നിസായിലും സൂറത്ത് അൽ അറാഫിലും ഇത് തന്നെ പിന്നെയും ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അള്ളാഹു ഉണർത്തുന്നുണ്ട്. അപ്പൊ ഇത് അന്നത്തെ കാലത്ത് ആളുകൾക്ക് വളരെ പരിചയമുള്ള ഒരു സംഭവം, വളരെ ഓർത്തിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണില്ല. ഈ ഒരു ആയത്തിനെ കുറിച്ച് പറയണത് എന്താണെന്ന് വെച്ചാല്, ഇസ്രായേലര് അള്ളാഹുവിലും മൂസാ നബിയിലും വിശ്വസിക്കുന്നവരായതുകൊണ്ട് അവര് തൗറാത്തിലെ വിധിവിലക്കുകളൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ. പക്ഷെ അവരെന്നിട്ട് ആ തൗറാത്തിലെ നിയമങ്ങളൊക്കെ വീഴ്ച വരുത്തിയപ്പോ അള്ളാഹു അവർക്കൊരു ദൃഷ്ടാന്തമായിക്കൊണ്ട് ഒരു പർവ്വതത്തെ ഉയർത്തി കാണിച്ചു. അതെന്തിനാണ്? ആ ദൃഷ്ടാന്തങ്ങൾ കാണിക്കണത് അള്ളാഹു നിങ്ങളെ പേടിപ്പെടുത്താനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിനെ കൂടുതൽ ഓർത്തിരിക്കാനും എന്നിട്ട് ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് അള്ളാഹു ഇവരിൽ നിന്ന് ഉറപ്പ് വാങ്ങിക്കുകയാണ്. ഈ വിധിവിലക്കുകൾ അനുസരിച്ച് പാലിക്കണമെന്നും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോളാം എന്ന് ഇവരിൽ നിന്ന് ഉറപ്പ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് പിന്നെയും ഇവരിൽ തെറ്റിപ്പോണുണ്ട്. അപ്പൊ ഈ ഒരു ഉറപ്പ് വാങ്ങിക്കണ സമയത്ത് അള്ളാഹു കാണിച്ചു കൊടുത്തൊരു പ്രകൃതി ദൃഷ്ടാന്തമാണ് ഈ മലയെ ഉയർത്തിപ്പിടിച്ചെന്ന് പറയണത്. അപ്പൊ അതിന് പല തരത്തിലെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മല പൊക്കിയിട്ടില്ല, പിന്നെന്താ, അത് വെറുതെ അവർക്ക് തണൽ കൊടുത്ത് ഉയർന്നു നിൽക്കണ പർവ്വതമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ സൂറത്ത് അറാഫിലൊക്കെ അള്ളാഹു പറയുന്നുണ്ട്, നാം അവരുടെ നാം മല പുഴക്കി, അതായത് പൊക്കി പിടിച്ചു. എന്നിട്ട് അപ്പൊ അവർക്കൊരു തണല് നൽകി, അത് ഒരു തണലായി നിന്നു. പിന്നെ അവർ പേടിച്ചു, അത് ഞങ്ങളുടെ മേത്തേക്ക് വീണു പോകുമോ എന്നവർ പേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സൂറത്ത് അറാഫിലൊക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ആ ഒരു പർവ്വതത്തെ ഉയർത്തി കാണിച്ചു, ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ ഒരു ഇവരിൽ നിന്ന് ഈ ഒരു കരാറ് വാങ്ങിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഈ മല പൊക്കി പിടിച്ചിട്ട് നിങ്ങൾ ഇനി ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളുടെ മേത്ത് കിടും എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കണത്. കാരണം ഒരിക്കലും മതത്തിൽ നിർബന്ധമില്ല അല്ലെ, ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നാണ് നമ്മൾ പഠിപ്പിച്ചേക്കണേ. അപ്പോൾ ഇത് ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് അവരെപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അങ്ങനെ ഒരു സംഭവം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പറയണത്, സൂറത്ത് ഇസ്രായേൽ അള്ളാഹു പറയുന്നുണ്ട്, ഭയപ്പെടുത്താൻ വേണ്ടിയല്ലാതെ ദൃഷ്ടാന്തങ്ങളെയും കൊണ്ട് നാം അയക്കാറില്ല എന്ന്. അപ്പൊ അത് അവർക്ക് എപ്പോഴും ഓർത്തിരിക്കാനും അത്രയും ദൃഢമായ ഒരു കാര്യമാണ്, ഒരു വലിയ സംഭവമാണ് നമ്മൾ ഈ വാഗ്ദാനം ചെയ്യണേ അല്ലെങ്കിൽ ഉറപ്പ് നൽകണേന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു എന്ന് പറയണത്. അപ്പം പിന്നെ അടുത്ത ആയത്തിൽ പറയണത് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ഇവർ ഈ ഉറപ്പൊക്കെ നൽകിയതിന് ശേഷം പിന്നെയും അവർ തിരിഞ്ഞു കളഞ്ഞു, അവർ വഴിതെറ്റി.
എന്നാൽ നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ, അള്ളാഹു പറയാണ്, നിങ്ങൾ പിന്നെയും വഴിതെറ്റിയിട്ടും എൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ നിശ്ചയമായും നഷ്ടക്കാരിൽപ്പെട്ടവരാവുക തന്നെ ചെയ്യും. അതായത് അവർ പിന്നെയും അനുസരണക്കേട് കാണിച്ചിട്ടും അള്ളാഹു അവരെ മുഴുവനായിട്ടും ഇല്ലാണ്ടാക്കിയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണത്. അപ്പം ഇനി അള്ളാഹുവിൻ്റെ കാരുണ്യമാണത്, അവർക്ക് കൊടുത്തിട്ടുള്ള കാരുണ്യമാണത് എന്ന് പറയാണ്. അടുത്തത് ഇനി 65-ാമത്തെ ആയത്ത്. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنْكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. ഈ ആയത്തിൽ അള്ളാഹു പറയണത് ഇസ്രായേലിൽ കഴിഞ്ഞു പോയൊരു സംഭവമാണ്. അപ്പോൾ ഇസ്രായേലിലേക്ക് നമുക്കിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഒരു പ്രധാനപ്പെട്ട ദിവസം അല്ലേ, അതുപോലെ ഇസ്രായേലിലേക്ക് നിശ്ചയപ്പെട്ട പ്രധാന ദിവസമാണ് ശനിയാഴ്ച. ശനിയാഴ്ച ദിവസത്തിൽ ഇപ്പോൾ ഇവർ വേറെ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല, ആരാധനകൾ ചെയ്തുകൊണ്ട് ആചരിക്കണം എന്നാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ദിവസത്തിനെ സബത്ത് അല്ലെങ്കിൽ ശബത്ത് എന്നാണ് പറയാം. അപ്പം നമ്മൾ ശനിയാഴ്ചയ്ക്ക് പറയുന്നത് യൗമു സബത്ത് എന്നാണ് അല്ലേ, സബത്തിൻ്റെ ദിവസം എന്ന് പറയും. അപ്പോൾ ആ ദിവസത്തിന് ഇവരോട് പറഞ്ഞിരിക്കണം അള്ളാഹു വേറെ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല, അന്ന് ഫുള്ള് ആരാധനകൾ ചെയ്യണമെന്ന്. അപ്പം ഇതൊരു സമുദ്രത്തിൻ്റെ തീരത്ത് ജീവിച്ചിരുന്ന ഒരാൾക്കാരുടെ സംഭവമാണ് ഈ പറയണത്. അവർ മത്സ്യത്തിനെ പിടിക്കലായിരുന്നു അവരുടെ മെയിൻ ജോലി. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇവർക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ മീൻ പിടിക്കാൻ പാടില്ല എന്നാണ് അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പന. അന്നത്തെ ദിവസമാണെങ്കിൽ ചാകരയാണ്, ഭയങ്കര മീൻ വരും. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് കേട്ടോ ആണത്. അപ്പോൾ എന്താണ് അവരെന്ത് ചെയ്തു? അപ്പോൾ അവർക്ക് ഈ മീനിനെ കാണുമ്പോൾ പിടിക്കാണ്ടിരിക്കാനും പറ്റണില്ല, അള്ളാഹുവിൻ്റെ നിയമം വന്ന് പിടിക്കരുത്, ഫുൾ ആരാധനാകർമ്മങ്ങൾ ചെയ്യണമെന്നുമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസത്തിൽ ചാലുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ മീനുകളെല്ലാം പിടിച്ച് ശേഖരിച്ചു വെക്കും. ഈ മീനുകളെ അതായത് കയ്യിലെടുക്കൂല, പക്ഷെ ഇവർ ചാലുകൾ ഉണ്ടാക്കി അതിലേക്ക് മീനുകളെ ഫുള്ള് അതിനകത്താക്കിയിട്ട് അവർ വെക്കും. എന്നിട്ട് അവർ പിറ്റേ ദിവസം പോയിട്ട് ഈ മീനെയൊക്കെ എടുക്കും. അപ്പോൾ അള്ളാഹുവിനെ പറ്റിക്കണ ഒരു പരിപാടി. അപ്പോൾ അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത കാരണം അള്ളാഹു അപ്പോൾ ഇങ്ങനെ ചെയ്ത സംഭവത്തിൽ കുറച്ച് പേരാണ് ഈ ഇസ്രായേലിന് മുഴുവനല്ല, അതിലൊരു വിഭാഗം ആൾക്കാരാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ കുറച്ച് പേര് ഇവർ ഉപദേശിച്ചു, നിങ്ങൾ എന്തായി ചെയ്യണത് ശരിയല്ലല്ലോ, അള്ളാഹു നമുക്കൊന്ന് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. വേറൊരു വലിയ വിഭാഗം ഇവരെ ഈ ഉപദേശിച്ച ആൾക്കാരോട് പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടാൻ പോണ ആൾക്കാരാണ് അവരാ ശിക്ഷ വാങ്ങിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് ഇത് പറയണേന്ന് സൂറത്ത് അറാഫിൽ അത് പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറയും, ഞങ്ങൾക്കിത് അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു ഞങ്ങളോട് ചോദിക്കൂലേ, നിങ്ങൾ എന്തേത് കണ്ടിട്ട് പറയാഞ്ഞെന്ന് ചോദിക്കണ കാരണം ഞങ്ങൾ അവരോട് പറയണതാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അവസാന ആയത്തിൽ പറയണത്, ഈ ഉപദേശിച്ച ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഉപദേശിച്ച ആൾക്കാരെ അള്ളാഹു രക്ഷപ്പെടുത്തി ബാക്കിയുള്ളവരെ അക്രമം പ്രവർത്തിച്ചവരെ ശിക്ഷ കൊടുത്തു എന്നാണ് പറയണത്. അപ്പോൾ ആ സംഭവമാണ് ഈ പറയണത്. അപ്പോൾ ഇത് നടന്നത് ഐല എന്ന് പറയുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഏലാത്ത് എന്ന് പറഞ്ഞ രാജ്യത്താണ് ഈ സംഭവം നടന്നതെന്നും അല്ലെങ്കിൽ അതിനടുത്തുള്ള മദിയനിലാണ് നടന്നതെന്നും രണ്ടഭിപ്രായമുണ്ട്. ഈ രണ്ട് സ്ഥലത്തും ഇസ്രായേലിൽ കുറേ കാലം താമസിച്ച സ്ഥലമാണ്. അപ്പോൾ അതാണ് ഈ സംഭവം. സബത്തിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതാണ്, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു, ഇവർ മീൻ പിടിച്ചു. അപ്പോൾ വലഖദ് തീർച്ചയായും ഉണ്ട്, അലിംതും നിങ്ങൾ അറിഞ്ഞു, അല്ലദീന അതദൗ നിങ്ങൾ അറിഞ്ഞു. കാരണം ഇതൊരു എല്ലാവരും അറിഞ്ഞൊരു സംഭവം കൂടിയാണ് ഈ ശിക്ഷ വന്നപ്പോൾ. അപ്പോൾ പറഞ്ഞു അവർ അതിക്രമിച്ചു, മിൻകും നിങ്ങളിൽ നിന്നും ഫിസ്സബത്തി ശനിയാഴ്ചയിൽ അല്ലെങ്കിൽ ശബത്തിന്റെ ദിവസത്തിൽ. ഫഖുൽന അപ്പോൾ നാം പറഞ്ഞു, ലഹും അവരോട്, കൂനു നിങ്ങളാകുവിൻ ഖിറദത്തൻ കുരങ്ങുകൾ, ഖാസിഈൻ ഹീനന്മാരായ അല്ലെങ്കിൽ നിന്ദ്യന്മാരായ കുരങ്ങുകളാവുക എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത്, അവരെ കുരങ്ങുകളാക്കി മാറ്റി. നമ്മൾ കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായ കഥയാണ് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ സ്കൂളുകളിലൊക്കെ. അപ്പോൾ അള്ളാഹു ഇവിടെ മനുഷ്യനെ കുരങ്ങാക്കിയ ഒരു സംഭവമാണ് ഈ പറഞ്ഞു തന്നത്. അപ്പം അതിൽ ഒരു അഭിപ്രായം പറയണത്, ഇവരെ രൂപം കൊണ്ട് കുരങ്ങുകളാക്കിയിട്ടില്ല, പക്ഷേ ഹൃദയങ്ങളെയാണ് കുരങ്ങുകൾ, അവരുടെ ഹൃദയങ്ങൾ കുരങ്ങുകളുടെ പോലെ ആയി എന്നാണ് ഒരു മുജാഹിദ് റഹിമഹുല്ല മാത്രമാണ് അങ്ങനെ ഒരു അഭിപ്രായം പ്രസ്താവിച്ചിട്ടുള്ളത്. പക്ഷേ ബാക്കി എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞേക്കണത്, കാരണം അള്ളാഹു ഇതിൽ കൃത്യമായിട്ട് പറയേണ്ട അവരെ കുരങ്ങുകളാക്കി എന്ന് പറയുന്നുണ്ട്. ആകൃതിയിലും അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം അവരെ ശരിക്കുള്ള കുരങ്ങുകളാക്കി എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയണത്.
അതുകൊണ്ടാണ് ഈ സംഭവം എന്നാലല്ലേ ബാക്കിയുള്ളവർക്ക് ഇതൊരു എന്താണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയേണ്ടത്, ഇതിനെ ഒരു ശിക്ഷ ബാക്കിയുള്ളവർക്ക് ഒരു പാഠമാവാൻ വേണ്ടിയിട്ടാണ് ഈ ശിക്ഷ കൊടുത്തതെന്ന്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പാഠമാവണമെങ്കിൽ ഈ കുരങ്ങന്മാരായാലല്ലേ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. മനസ്സിൽ ഇവരിപ്പോൾ എങ്ങനെ മാറിയാലും ബാക്കിയുള്ളവർക്ക് അത് ക്ലിയർ ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് ഇവരെ കുരങ്ങുകളാക്കി എന്നാണ്. അപ്പോൾ ഇതിൽ ഒരു ഹദീസ് പറയണത് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഈ കുരങ്ങുകളും പന്നികളും രൂപം മറിക്കപ്പെട്ടവരിൽ നിന്നുണ്ടായതാണോ എന്ന്. അതായത് ഇങ്ങനെ കുരങ്ങുകളായ മനുഷ്യന്മാരെ കുരങ്ങുകളാക്കിയില്ലേ, അവരിൽ നിന്നും ഉണ്ടായതാണോ കുരങ്ങുകളും പന്നികളും എന്നാണ് ചോദിക്കണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി എന്താണ്? അള്ളാഹു ഒരു കൂട്ടരെ നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് അവൻ സന്താനം നൽകുകയുണ്ടായിട്ടില്ല. അതായത് ആ കുരങ്ങുകളായതിൽ നിന്ന് അവര് നശിച്ചു അതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. കുരങ്ങുകളും പന്നികളും ഒക്കെ ഇതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഇവരിൽ നിന്നുണ്ടായ വിഭാഗം ഒന്നല്ല. അള്ളാഹു ഒരാളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയോടുകൂടി അവർ അവസാനിച്ചു, പിന്നെ അതിൽ നിന്ന് വേറെ തലമുറകളൊന്നും ഉണ്ടാവണില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ അടുത്ത ആയത്ത് പറയണത് എന്താ വെച്ചാൽ ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇളതൻ ലിൽമുത്തഖീൻ. അതായത് അതിനെ അള്ളാഹു ബാക്കിയുള്ളവർക്ക്, ഇതിന്റെ മുമ്പിലുള്ളവർക്കും അതിന്റെ പിമ്പിലുള്ളവർക്കും, അതായത് അപ്പോൾ ഉള്ളവർക്കും ഇനി വരാൻ പോണ ആളുകൾക്കും അള്ളാഹു ഇതൊരു ഗുണപാഠമാണ് ആയിട്ടാണ് ഈ ശിക്ഷ നൽകിയത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സതുപദേശമാകാനും. അപ്പൊ നമ്മൾ സൂക്ഷിക്കുന്നവർക്ക് ഇതൊരു ഉപദേശമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നൊരു ശിക്ഷ ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി ആയിട്ടാണ് അള്ളാഹു ഇവരെ ശിക്ഷിച്ചത് എന്നാണ് പറയണത്. ഇനി അടുത്ത ആയത്തുകളിൽ പറയണത് നമ്മളുടെ ഈ സൂറത്തിന്റെ പേരായ അൽ ബക്കറ അല്ലെ, ബക്കറനെ കുറിച്ചിട്ടാണ്, പശുവിനെ കുറിച്ചിട്ടാണ്. പശുവിന്റെ സംഭവം എന്താണെന്നാണ് അടുത്ത ആയത്തുകളിൽ പറയണത്. അപ്പോൾ ആയത്തോതാം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. ഈ ഒരു സംഭവം ഇവിടെ പറയണത് എന്താ വെച്ചാൽ, മൂസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, തന്റെ ജനതയോട് പറഞ്ഞൊരു സന്ദർഭമാണ്. നിശ്ചയമായും അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. കാലു, അപ്പൊ അവര് പറഞ്ഞു, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഹുസുവ എന്ന് വെച്ചാൽ പരിഹാസം എന്നാണ്. അപ്പൊ ഇവര് തിരിച്ച് ഇസ്രായേലില് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയാണ്, എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ മൂസാ നബി തിരിച്ചു പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു വിവരമില്ലാത്തവരിൽ ആകുന്നതിനെ പറ്റിയിട്ട്. അത് ഞാൻ വിവരമില്ലാത്തവനല്ല എന്ന്, വെറുതെ വന്ന് നിങ്ങളെ കളിയാക്കാനായിട്ട് ഞാൻ മണ്ടനൊന്നല്ല, അങ്ങനെ ആവാണ്ടിരിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നാണ് ഈ ആയത്ത് പറയണത്. അപ്പൊ ഈ ഒരു ആയത്ത് മനസ്സിലാക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വരണ ഒരു എക്സ്പ്ലനേഷൻ, ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഇടയിലൊരു സംഭവമാണ് അള്ളാഹുവിടെ പറഞ്ഞേക്കണേ. ഇതിന് മുമ്പ് നടന്നൊരു സംഭവം അറിഞ്ഞാലാണ് നമുക്ക് ഇതെന്താന്ന് മനസ്സിലാവുള്ളൂ. അത് ഇനി തുടർന്നുള്ള ആയത്തിൽ വരുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ ഉപയോഗിച്ചുള്ള ശൈലി നമ്മൾ ഓർഡർ വൈസ് ഒന്നല്ല. ഒരു കാര്യം, ഒരു സംഭവത്തിന്റെ ആദ്യം നടന്ന കാര്യം ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു, അങ്ങനെയൊന്നല്ല. അള്ളാഹു പറയുമ്പോൾ ചിലപ്പോൾ ഇടയിൽ നിന്നായിരിക്കും തുടങ്ങുക, അല്ലെങ്കിൽ അവസാനത്തു നിന്ന് തുടങ്ങും, എന്നിട്ട് ആയിരിക്കും ആദ്യം നടന്ന സംഭവം പറയാം. അപ്പൊ അതിലൊക്കെ അള്ളാഹുവിന്റെ യുക്തി രഹസ്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആയത്ത് ഉണ്ടാവാനുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇസ്രായേലിയരില് ഒരു കൊലപാതകം നടന്നു. കൊലപാതകം നടന്നപ്പോ ഒരു ധനികനായ ഒരാളെയാണ് കൊല്ലപ്പെട്ടത്. അത് ഈ അയാളുടെ അനന്തരാവകാശികളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇയാളെ കൊന്നത്. അപ്പോൾ ഇവർക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റണില്ല, ആരാണ് കൊന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാണ്ടായി. അപ്പൊ ഇവര് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചെന്നിട്ട് പറയും, മൂസ നീ നിന്റെ റബ്ബിനോടൊന്ന് പറയും, ഇത് ഞങ്ങൾക്കൊന്ന് തെളിയിച്ചു തരാൻ പറയും. അപ്പോൾ അങ്ങനെ അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞതാണ് അവരോട് ഒരു പശുവിനെ അറക്കാൻ. അതും അവർക്കൊരു പരീക്ഷണമായിക്കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. ഇവർക്ക് നമ്മൾ പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് പോകുന്ന സമയത്ത് അവർ പശുവിനോട് ഒരു ഉള്ളിൽ അവർക്കൊരു സ്നേഹമുണ്ട്, കാരണം പശുവിനെ ആരാധിച്ച് കണ്ട് ആൾക്കാരാണ്. എന്നിട്ടാണ് സാമിരി അവർക്കൊരു പശുക്കുട്ടീനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അതും കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഈ സംഭവം. അപ്പൊ അള്ളാഹു പറഞ്ഞു, നിങ്ങളൊരു പശുവിനെ അറക്കാനാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ അതാണ് ഈ പറയണത്. വഇദ് ഖാല മൂസ ലിഖൗമിഹി, മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിശ്ചയമായും അള്ളാഹു പറഞ്ഞു നിങ്ങളോട് ഒരു പശുവിനെ ഇറക്കാൻ. അപ്പോഴാണ് അവർ ചോദിക്കണം, അവർ വന്ന് ഈ കൊന്ന ആളെ കണ്ടുപിടിച്ചു തരാനാണ്
മൂസാ നബീനോട് പറഞ്ഞത്. ആ സമയത്ത് മൂസാ നബി വന്നിട്ട് പറഞ്ഞ എന്താ, നിങ്ങളൊരു പശുവിനെ അറക്കാനാണ് പറഞ്ഞത്. അപ്പൊ അവര് ചോദിക്കുകയാണ്, എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ, ഇതെന്താ മൂസ എങ്ങനെ പറയണത്, ഞങ്ങളെ കളിയാക്കുകയാണോ എന്നാണ് ഇവരെ ചോദ്യം. അപ്പോ മൂസ അലൈഹി സ്വലാം തിരിച്ചു പറഞ്ഞു, ഞാൻ വിഡ്ഢികളിൽ പെട്ടവനാവാണ്ടിരിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു, അത് ഞാൻ വിഡ്ഢിയല്ല എന്നർത്ഥം. അടുത്ത ആയത്ത്, ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിളുൻ വലാ ബിക്റുൻ അവാനുൻ ബൈന ദാലിക ഫഫ്അലൂ മാ തുഅ്മറൂൻ. അപ്പൊ അവര് പറഞ്ഞു, അവർക്ക് പശുവിനെ അറക്കാൻ വലിയ താല്പര്യമില്ല, കാരണം അവർക്ക് പശുവിനോടൊരു സ്നേഹം, ആ ഒരു ആരാധന ഉള്ളിലുണ്ട്. അപ്പൊ അവര് പറഞ്ഞു മൂസാ നബീനോട്, താങ്കളുടെ റബ്ബിനോട് ഒന്ന് പോയി ചോദിച്ചേ, എന്താണ് ഈ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, ഒന്നും കൂടി ഒന്ന് വിവരിച്ചു പറയാൻ പറഞ്ഞു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ അള്ളാഹു തിരിച്ചു പറഞ്ഞത് എന്തെന്നാ, നിങ്ങള് തീരെ പ്രായം കൂടിയതും പാടില്ല, അതായത് ഭയങ്കര പ്രായം എത്തിയ പശുവും പാടില്ല, തീരെ പ്രായം കുറഞ്ഞതുമല്ലാത്ത ഒരു മധ്യമ നിലപാടുള്ള ഒരു പശുവിനാണ് നിങ്ങൾ അറക്കേണ്ടത്. മധ്യപ്രായത്തിലുള്ളതിനായിരിക്കണം നിങ്ങൾ അറക്കേണ്ടത്. ഇനി അത്രയും പറഞ്ഞു, ഇനി നിങ്ങൾ പോയി അറക്കാൻ പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞ കാര്യം ചെയ്യുന്നു പറഞ്ഞു. ഫഫ് അലൂമാ തുമറൂൻ, ഇനി നിങ്ങൾ ചെയ്യുവിൻ, നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവര് അടുത്ത ക്വസ്റ്റ്യൻ, അവർക്ക് പിന്നെയും ഡൗട്ട്, അവര് പിന്നെയും ചോദിക്കുകയാണ്, ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫ്റാഉ ഫാഖിഉൻ ലൗനുഹാ തസുറുൻ നാളിരീൻ. അപ്പൊ അവർക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അടുത്ത ഡൗട്ട് പിന്നെയും ചോദിക്കുകയാണ്, ഇനി ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി ഒന്ന് ചോദിക്കുന്നു പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പിന്നെയും വന്നിട്ട് ഇവരോട് പറഞ്ഞു, എന്താണ് ഇവര് പറയാണ്, എന്താ അള്ളാഹുവിനോട് ചോദിക്കുക അതിന്റെ നിറം എന്തായിരിക്കണം എന്ന്. അവരോട് ഏതെങ്കിലും ഒരു പശുവിനെ അറക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ, അതിനാണ്ട് അർത്താൽ മതി. അപ്പോഴാണ് ഇങ്ങനെ ചോദിക്കണത്. അപ്പൊ പറഞ്ഞു, ഇതിന്റെ നിറം എന്തായിരിക്കണം എന്ന് ഒന്ന് ചോദിക്കുക നിന്റെ റബ്ബിനോട്. അവരെപ്പോഴും അങ്ങനെ പറയുള്ളൂ, റബ്ബുക്ക, നിന്റെ റബ്ബിനോട് പോയി ചോദിക്കുക. റബ്ബക്ക അതുണ്ട, ഖാലു ഉദ്ഉ ലനാ റബ്ബക്ക, നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, അവരുടെ പടച്ചോനല്ല കേട്ടോ. അങ്ങനെയാണ് അവരെപ്പോഴും വർത്താനം പറയുന്നത്, അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു, ഇതിന്റെ നിറം എന്തായിരിക്കണം എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ തിരിച്ച് മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് പറഞ്ഞു, ഇന്നഹു യഖൂലു, നിശ്ചയമായും അവൻ പറയുന്നു, അള്ളാഹു പറഞ്ഞെന്താ, ഇന്നഹ, അതാകണം, ബഖറത്തുൻ, പശു ആകണം, സൊഫ്ര എന്ന് വെച്ചാൽ മഞ്ഞ വർണ്ണമുള്ളത്, അതായത് ഗോൾഡൻ കളർ ഉള്ള ഒരു പശു ആയിരിക്കണം എന്ന്. ഫാഖിഉൻ ലൗനുഹ, അതിന്റെ നിറം തനി ശുദ്ധമായ മഞ്ഞ നിറമുള്ളതായിരിക്കണം. തസുറുൻ നാളിരീൻ, അതായത് നോക്കുന്നവർക്ക് അത് സന്തോഷിപ്പിക്കണം, അതായത് കാണുമ്പോൾ തന്നെ നല്ലൊരു മൊഞ്ചുള്ള പശു ആയിരിക്കണം, നല്ല സ്വർണ്ണവർണ്ണമുള്ളത്. കാരണം അവർ സ്വർണം കൊണ്ടൊരു പശുവിനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അവർക്ക് അതും ഒരു പരീക്ഷണമാണ്, അവർക്ക് അറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോൾ. അപ്പൊ ഇതാണ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്, സംഭവം തീർന്നില്ല, ബാക്കി അടുത്ത പേജിലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. ആദ്യം പറഞ്ഞത്, നിങ്ങൾ വിശ്വസിച്ച ആളോ നസ്രാണിയോ യഹൂദിയോ ഇനി സാബിയോ ആരോ ആയിക്കോട്ടെ, ആരായാലും കുഴപ്പമില്ല, അള്ളാഹുവിലും വിശ്വസിക്കണം, അന്ത്യദിനത്തിലും വിശ്വസിക്കണം, നല്ല കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇവരോട് അള്ളാഹു ചെയ്ത ഒരു കരാറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പർവ്വതത്തെ തൂർന്ന് വെച്ചാൽ പർവ്വതമാണ്, അതായത് സീനാ പർവ്വതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണത്. അത്തൂർ എന്ന് വെച്ചാൽ ആ പർവ്വതം. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു, പശുവിനെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ബക്കറത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബി ഗ്രാമർ വൈസ് നോക്കുമ്പോൾ ബക്കറത്തു എന്ന് വെച്ചാൽ ഒരു പശു, ഏതെങ്കിലും ഒരു പശു. അൽ ബക്കറ എന്ന് ഇപ്പൊ അല്ല് കൂട്ടിയിട്ട് വരികയാണെങ്കിലാണ് ഒരു പെർട്ടിക്കുലർ എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ അതുപോലെ അത്തൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പർവ്വതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീനാ മലയാണെന്നാണ് പറയണത്. അപ്പൊ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവരിൽ നിന്ന് കരാറ് വാങ്ങിയ സംഭവം നിങ്ങൾ ഓർക്കാൻ. എന്നിട്ടും ഇവർ ഈ കരാറൊക്കെ ചെയ്തു, അള്ളാഹുവിനോട് തൗറാത്ത് അനുസരിച്ച് ജീവിച്ചോളാന്ന് പറഞ്ഞു. എന്നിട്ട് അവര് അതും തെറ്റിച്ചു കളഞ്ഞു. അപ്പൊ അള്ളാഹു പറയാണ്, എന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ നിങ്ങളെ മുഴുവൻ ഞാൻ നശിപ്പിക്കുമായിരുന്നു, പക്ഷെ അത് ഞാൻ ചെയ്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യമാണ് അതെന്ന്, നിങ്ങൾ നഷ്ടക്കാരായി പോയാനായിരുന്നു എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു ഇവരെ പിന്നെ ഓർമ്മിപ്പിക്കണം, നിങ്ങളോട് ശബത്തിന്റെ ദിവസത്തിൽ നിങ്ങൾ അക്രമം ചെയ്തില്ലേ, എന്നിട്ട് ഞാൻ നിങ്ങളെ കുരങ്ങുകളാക്കിയ സംഭവം ഓർമ്മിപ്പിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണ്? അത് നെക്കാലെന്ന് വെച്ചാൽ ശിക്ഷ എന്നാണ്, ബാക്കിയുള്ളവർക്ക് പാഠമാവാനുള്ളൊരു ശിക്ഷ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണത്. ഇനി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളവർക്കും ഇനി വരാനുള്ളവർക്കും കൂടി
അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള, അവർക്കൊരു പാഠമായിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശിക്ഷയാണ് നൽകിയത് എന്ന് പറഞ്ഞു. കാരണം സൂക്ഷ്മതയുള്ളവർ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് പശുവിൻ്റെ കാര്യം പറയണത്. അപ്പോൾ ഒരു സംഭവം നമ്മൾ പറഞ്ഞു. അപ്പോൾ പശുവിനെ ഇറക്കാൻ അള്ളാഹു പറഞ്ഞപ്പോൾ അവർക്ക് അതിന് വലിയ താല്പര്യമില്ല. അപ്പോൾ അവർ അതിന് പല ന്യായങ്ങൾ ചോദിക്കുകയാണ്. അത് എങ്ങനത്തെ പശു ആയിരിക്കണം, അതിൻ്റെ കളർ എന്തായിരിക്കണം എന്ന് ചോദിച്ച് അവിടെ അവസാനിക്കുകയാണ് ഈ പേജ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത പേജിൽ നോക്കാം, അല്ല അടുത്ത ഓഡിയോയിൽ നോക്കാം ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.